ഹലോ ഗൈസ്, ഇത് വീർപ്പാട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്തായിട്ട് ഗീവർഗീസ് പുണ്യാളിൻ്റെ ഒരു കപ്പേളി ഉണ്ടേ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കോമ്പൗണ്ടിലാണ് കേട്ടോ രണ്ടും സ്ഥിതി ചെയ്യുന്നത്. അതിർപരമ്പുകളില്ലാത്ത എന്താ പറയുക, ഒരു പ്രത്യേക ഫീലാണ് ഇതുവഴി വരുന്നവർക്ക്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇരുട്ടിക്കെത്തി കേട്ടോ. ഇരുട്ടിക്കെത്തി ഭഗവാന് പുഷ്പങ്ങളെല്ലാം അർപ്പിച്ചിട്ട്, അപ്പോൾ ഇന്നൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് നമ്മളെ ക്ലീനർ ചിഞ്ചിലു ലീവാണ്. അപ്പോൾ സഡുവാണുള്ളത്. അപ്പോൾ സഡു മാലയൊക്കെ ചാർത്തുന്നുണ്ട് വണ്ടിക്ക്. അപ്പോഴാണ് നമ്മുടെ സുഹൃത്ത് സങ്കടത്തിൻ്റെ വരവ്. അപ്പോൾ സങ്കടത്തിനെ കണ്ടിട്ട് കുറേ ആയി കേട്ടോ. അപ്പോൾ അങ്ങനെ സങ്കടത്തിന് കുറേ കാലത്തിന് ശേഷം കാണുമ്പോഴുള്ള ഒരു സങ്കടം പറച്ചിലെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ തലശ്ശേരി വിട്ടു കേട്ടോ. അപ്പോൾ തലശ്ശേരി അപ്പോഴേക്ക് ഇവിടെ ക്യാൻസർ സെൻ്ററിലേക്ക് പോകുന്ന ബസ് ഉണ്ടാവും ഇവിടെ കിടക്കുന്നത് കേട്ടോ, പുതിയ സ്റ്റാൻഡിൽ. അപ്പോൾ രാവിലെ 8:40 ഫസ്റ്റ് ട്രിപ്പ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ ഇരുട്ടിന്ന് വിട്ട് ചെടിക്കളത്തുനിന്ന് അമ്പലക്കണ്ടിയിലേക്ക് പോകുന്ന കേട്ടോ. അപ്പോൾ ബസ്സിൽ കാര്യമായിട്ട് ആളൊന്നും ഉണ്ടാവില്ല. ആ സമയത്താണ് നമ്മൾ കുറച്ച് മിമിക്രിയിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. നമ്മൾ സഡു ചെറിയൊരു കലാകാരനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞിക്കൂനിൻ്റെ അകത്തെ ദിലീപിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചാന്നേ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തലശ്ശേരി ട്രാക്കിൽ വെച്ചെടുത്ത് നമ്മൾ ബസ്സിൻ്റെ ബാക്കിൽ കണ്ട ഒരു ആൾ വീണിട്ട്. ഇങ്ങനെയും കുറേ ജന്മങ്ങളുണ്ടാവും കേട്ടോ തലശ്ശേരി സ്റ്റാൻഡ്. എന്താ ചെയ്യുക, ആരോട് പറയാൻ. അങ്ങനെ നമ്മൾ തലശ്ശേരി തൊട്ട് കൂത്തുറമ്പത്തും ഇതാ സെൻട്രൽ ജയിലിൻ്റെ വണ്ടി ഉണ്ടാവും ഫുഡ് ആയിട്ട് വന്നിട്ട്. അപ്പോൾ ചപ്പാത്തി, ബിരിയാണി എന്ത് വേണ്ടിയും കഴിക്കാം ആവശ്യക്കാർക്ക്. അങ്ങനെ കൂത്തുറമ്പൊന്നും വിട്ട് മട്ടന്നൂരെത്തി. മട്ടന്നൂരും അതുപോലെ തന്നെ വണ്ടി ഉണ്ട് കേട്ടോ, ജയിൽ വണ്ടി. അങ്ങനെ നമ്മൾ മട്ടന്നൂരെല്ലാം വിട്ട് ഉളിയെല്ലാം കഴിയുമ്പോഴേക്ക് നല്ല മഴയായി. നല്ല മഴ വെച്ചാൽ നല്ല മഴ, റോഡ് കാണാത്ത മഴ. അങ്ങനെ പൈഞ്ചേരി മുക്കെത്തുമ്പോൾ പൈഞ്ചേരി മുക്കിലെ സിഗ്നൽ കണ്ണടച്ചിട്ട് മാസങ്ങളായി കേട്ടോ. അതൊന്നും ശരിയായില്ല. അപ്പോൾ ഇവിടെയും ചെറിയ ബ്ലോക്കുകൾ എപ്പോൾ ഉണ്ടാറുണ്ട്. ഇരുട്ടി പഴയ സ്റ്റാൻഡിലെത്തിയാലോ അതേ അവസ്ഥ തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ സ്ഥലത്തും ബ്ലോക്കാണ്. ഇന്നത്തെ ദിവസമല്ല, ഇനി സ്കൂൾ തുറക്കുന്നവരെ ഇതന്നെ ആയിരിക്കും അവസ്ഥ. അങ്ങനെ നമ്മൾ ചെടിക്കളെത്തി തിരിച്ചിതാ കുടിയേറ്റ പട്ടണമായ എടൂർ ടൗണിലെത്തിയിട്ട് കേട്ടോ. ചെറിയ പട്ടണമാണ്. അപ്പോൾ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തായി സെൻറ്റ് മേരീസ് ചർച്ച് ദേവാലയം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തിലകക്കുറിയായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എടൂരിൽ നിന്നും വിട്ട് ഇരിട്ടി ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അന്നേരത്താണ് നഗരസഭേൻ്റെ ബിൽഡിങ്ങിൻ്റെ മേലെ രണ്ടാൾ എന്തോ ഒരു കാഴ്ച കാണുന്നുണ്ട് കേട്ടോ. എന്തോ കണ്ടിട്ടുണ്ട് അവർ. അങ്ങനെ നമ്മൾ ഇരുട്ടിയിൽ നിന്നും വിട പറയുകയായി. നേരെ ഇതാ മേലെ സ്റ്റാൻഡ് പാലത്തിൻ്റെ അടുത്ത് സിഗ്നലിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഈ സിഗ്നൽ കണ്ണടച്ചിട്ട് മാസങ്ങളായി. ഇതൊക്കെ ആരോട് പറയാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഫോളോ ചെയ്യണേ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരേക്കും ടാറ്റാ ബൈ.